ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിനിമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്ന പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഞങ്ങളിവിടെ ഈ അപ്പത്തിന് കുമ്പിളപ്പം, എടന്നപ്പം, കൂച്ചപ്പം അങ്ങനെ പല പേരിലും അറിയപ്പെടും. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പണിക്ക് പോകുന്നൊരു ഉമ്മയായിരുന്നു. അപ്പോൾ ആ ഉമ്മ വൈകുന്നേരം വന്ന് ചക്കൊക്കെ എവിടുന്നെങ്കിലും, അന്ന് നമുക്ക് പറമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ചക്കൊക്കെ എവിടുന്നേലും ആരെങ്കിലും കൊടുത്തിട്ട് കൊണ്ടുവന്ന് അത് പഴഞ്ചക്കയായിരുന്നു അതിന് ഉപയോഗിക്കൽ. അന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ മിക്സി കാര്യങ്ങൾ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ പഴഞ്ചക്ക നല്ല അളിഞ്ഞ മാതിരിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുള പറിച്ച് ഇങ്ങനെ ഒരു ഓട്ടോട്ടുള്ള പാത്രത്തിലിട്ടിട്ട് അതിൽ നിന്ന് നീരെടുത്തിട്ട് അതിൽ പൊടി വെച്ചിട്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ചക്ക ഇല്ലാത്ത കാലത്ത് ചക്കപ്പം ഉണ്ടാക്കാനുള്ള ചക്ക കിട്ടിയത് എന്നല്ലേ. ഇപ്പോൾ ഒരു 6 മാസമായത് ഞാൻ ഫ്രിഡ്ജിൽ ഈ ചക്ക വിളയിച്ച് ഫ്രിഡ്ജിൽ എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചക്ക ഉള്ള കാലത്ത് ചക്ക വിളയിച്ച് സ്റ്റോർ ചെയ്യുന്നത് അറിയാത്തവരായിരിക്കും നിങ്ങളിൽ പലരും. കുഴപ്പമില്ല, കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇതിനായി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക, തേങ്ങാക്കൊത്ത്, നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് എന്തുണ്ടെങ്കിലും ആദ്യമൊന്നും പണ്ടൊന്നും അതൊന്നും ചേർക്കൂലായിരുന്നു. ഇന്നിപ്പോൾ അതല്ലല്ലോ, ഇന്നിപ്പം കാലം മാറി, നമ്മളെ രുചി മാറി, എല്ലാം ആയില്ലേ. ഇവിടെ ഞാൻ തേങ്ങാക്കുത്തിൻ്റെ കൂടെ ഇച്ചിരി ബദാമോടെ പൊട്ടിച്ച് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നെയ്യിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ അതിലേക്ക് ഒരു നുള്ള് ജീരകം, 5-6 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലെ പ്രധാന താരം, നമ്മൾ 6 മാസം മുന്നേ വിളയിച്ച് ഫ്രിഡ്ജിൽ വെച്ച വരിക്കച്ചക്ക ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം റവ കൂടി ചേർക്കണേ. റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, റവ നന്നായിട്ട് വറുക്കണം, അല്ലെങ്കിൽ ഒരു തിക്നെസ് ഫീൽ ചെയ്യും. അതാവുമ്പോൾ വറുത്ത റവയാവുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് റവ നമ്മളെ കയ്യിലില്ലെങ്കിൽ നല്ല പുട്ടുപൊടി എടുത്താലും മതി, അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അതേമാതിരി നമ്മൾ ആട്ടപ്പൊടി, പത്തിരിപ്പൊടി അതൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. റവ അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് പുട്ടുപൊടി. ഓക്കെ, ഈ മാവെല്ലാം ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം എടന്ന ഇല കുമ്പിള് കുത്തി അതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. എടന്നല ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, വാഴയുടെ ഇലയിൽ നമ്മൾ അട ഉണ്ടാക്കുന്ന മാതിരി തന്നെ ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചക്ക ഇല്ലാത്ത കാലത്ത് നമ്മളെ വീട്ടിലും നല്ല രുചിയോറും കുമ്പിളപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.